നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ 6ാം ക്ലാസ് SCERT അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രമൊക്കെ ആദ്യമേ കൊടുത്തിരിക്കുകയാണ്. ഒരമ്മയും മോളും കൂടെ ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഡോക്ടറിനോടായിട്ട് പറയുക, ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവുണ്ടോ എന്നൊരു സംശയം. അവൾ ആഹാരം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ചെറിയ ഭാരക്കുറവൊന്നും പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല. വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ആവശ്യത്തിന് പോഷകാഹാരം ഉറപ്പാക്കണം. അമ്മയും ഡോക്ടറും തമ്മിലുള്ള ഈ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും അല്ലേ? എന്താണ് ഈ പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ? എന്താണ് ഈ പോഷകാഹാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ എല്ലാം ഉൾപ്പെട്ട ആഹാരമാണ് പോഷകാഹാരം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീനുകളുണ്ട്, കൊഴുപ്പുകളുണ്ട്, വൈറ്റമിനുകളുണ്ട്, ധാതുക്കളുണ്ട് അല്ലേ? പിന്നെ കൂടാതെ എന്തൊക്കെ വേണം? ജലവും നാരുകളും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ശാരീരിക പ്രവർത്തനം നടക്കുന്നതിന് ആവശ്യമായ ഘടകങ്ങളാണ്. വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പാകം ചെയ്തതും അല്ലാത്തതുമായ വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ആഹാരമാക്കുന്നു. നാം സാധാരണയായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ നമുക്കൊന്ന് നിരീക്ഷിക്കാം. എന്തൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്ന് നോക്കിയാട്ടെ. ധാന്യങ്ങളുണ്ടല്ലേ, അരിയും ഗോതമ്പും അല്ലേ, ധാന്യങ്ങൾ. പിന്നെന്താണ്? പഴവർഗ്ഗങ്ങളാണ് കേട്ടോ, പഴവർഗ്ഗങ്ങൾ നൽകിയിട്ടുണ്ട്. മൂന്നാമത് നമുക്ക് നൽകിയിരിക്കുന്നത് പച്ചക്കറിയാണ്. മലക്കറി, ഇലക്കറി വർഗ്ഗങ്ങളാണ്, പച്ചക്കറിയാണ്, വെജിറ്റബിൾസ്. നാലാമതായി നമുക്ക് നൽകിയിരിക്കുന്നത് പലതരം പൾസസ് ആണ്, പയറുവർഗ്ഗങ്ങളാണ് അല്ലേ, പ്രോട്ടീന്റെ സോഴ്സായ പയറുവർഗ്ഗങ്ങളാണ്. അഞ്ചാമതായി നമുക്ക് തന്നിരിക്കുന്നത് പച്ചക്കറിയിൽ തന്നെ പെടുന്നതാണ്, പക്ഷെ ഫൈബർ ആണ് അല്ലെ, നാരുള്ള ഭക്ഷ്യ വസ്തുക്കളാണ്. അപ്പോൾ ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നാം കഴിക്കേണ്ടത്? അല്ലല്ലേ. അങ്ങനെ ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കത്തില്ല. അപ്പൊ ഇവിടെ പിന്നെയും ഒരു ചിത്രം കൊടുത്തേക്കുക കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. എനിക്കിഷ്ടം പുട്ടും പഴവുമാണ്. ഞാൻ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ട്. അമ്മ എനിക്ക് എന്നും നൂഡിൽസ് ഉണ്ടാക്കി തരും. അപ്പൊ ഇതിലെ ഏറ്റവും ജങ്ക് ഫുഡായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഈ നൂഡിൽസാണ് കേട്ടോ. അതിനകത്ത് ഈ മസാല എല്ലാം കൂടെ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഒക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. കൂടാതെ സോഡിയവും അമിതമായ അളവിൽ അതിനകത്തുണ്ട്. അപ്പൊ അത് പലതരം അസുഖങ്ങൾക്ക് കാരണമാവുന്ന ഒരു ആഹാരമാണ് അത്. അതേസമയം അപ്പവും കടലക്കറിയും ഇഷ്ടമുള്ള ഈ പയ്യനെ അവന്റെ ആഹാരത്തിൽ നിന്ന് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? അപ്പം ധാന്യമാണല്ലേ, അരിപ്പൊടി ആയിരിക്കും. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നുണ്ട്, അന്നജം ലഭിക്കുന്നുണ്ട്. കടലക്കറി എന്ന് പറയുമ്പോൾ നമ്മുടെ പൾസസ് ആണ്. അപ്പൊ പ്രോട്ടീനും അവന് ലഭിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊന്നും അവന് ലഭിക്കുന്നില്ല. അതേസമയം ഈ പെൺകുട്ടി പറയുന്നത് എന്താണ്? പുട്ടും പഴവുമാണ് ഇഷ്ടം. പുട്ടും എന്താണ്? അരിപ്പൊടി. അപ്പൊ അന്നജമുണ്ട്, കാർബോഹൈഡ്രേറ്റ് ലഭിക്കുന്നുണ്ട്. പഴത്തിൽ അതിൽ നിന്നും നാര് ലഭിക്കുന്നുണ്ട് അല്ലെ, നാര് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? അന്നജം ലഭിക്കുന്നുണ്ട്. അന്നജത്തിന്റെ മറ്റൊരു ഫോമായ ഫ്രക്ടോസ്, പഴങ്ങളിലെ പഞ്ചസാരയാണ്, ഫ്രക്ടോസ് ലഭിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പ്രോട്ടീനും മറ്റ് ഘടകങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? ആകില്ല അല്ലേ, എല്ലാം കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ എന്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്? ആഹാരത്തിൽ നിന്ന് എന്താണ് ലഭിക്കുന്നത്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇവ നമുക്ക് ലഭിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വൈറ്റമിൻ, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിൽ പോലും ശാരീരിക പ്രവർത്തനത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട പദാർത്ഥമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ഫൈബറുകൾ കേട്ടോ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാ പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ
നാം പലതരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നത് അല്ലേ? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കൊഴുപ്പുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പിന്നെ ജലവും നാരുകളും. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? എല്ലാ ആഹാരത്തിലും എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നതിനായി വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. നാം എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നതിനും വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ എന്നിവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ഊർജം ലഭിക്കാൻ, വിശപ്പ് മാറ്റാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ നമ്മൾ ആഹാരം കഴിക്കുന്നത്? അല്ലല്ലേ. നമ്മൾ ഒരു ദിവസം എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്? ഇവിടെ കുറച്ച് ചിത്രം കൊടുത്തിരിക്കുകയാണ്. കുട്ടികള് ഫുട്ബോൾ കളിക്കുകയാണ്, പന്ത്, ബലൂൺ കളിക്കുന്നു, പിന്നെന്താണ്, അല്ലാതെ പുസ്തകം വായിക്കുന്നു, അപ്പൊ തലച്ചോറ് വർക്ക് ചെയ്യുവാണ്, പിന്നെ മറ്റ് കളികളിൽ ഏർപ്പെടുന്നു. അപ്പൊ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് തന്നെ നമുക്ക് എനർജി വേണം അല്ലേ? എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പോ ഈ എനർജി എല്ലാം പ്രദാനം ചെയ്യുന്നത്, ഊർജം പ്രദാനം ചെയ്യുന്നത് എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോ ഈ ചിത്രത്തില് ഈ കളിക്കുന്നതും ഈ കായികമായിട്ടുള്ള കളികളിൽ ഏർപ്പെടുന്നതും നമ്മൾ വായിക്കുന്നതും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഊർജം. ചില കാര്യങ്ങൾക്ക് ഊർജം കൂടുതലാണ് വേണ്ടത്, ചിലതിന് കുറവും വേണം അല്ലേ? അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുവാണ് കേട്ടോ. ആദ്യമായിട്ട് കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ എന്നീ വിവിധ രൂപങ്ങളിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ കാണപ്പെടുന്നു. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ഇത് കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അന്നജമാണ് കേട്ടോ, കിഴങ്ങുവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും എല്ലാം. നമുക്ക് ആവശ്യമായ ഊർജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതാണ്? അപ്പോൾ നമുക്ക് അന്നജം വേണം കേട്ടോ. അന്നജം നമുക്ക് ഊർജത്തിനായിട്ട് ആവശ്യമുള്ള ഒരു വസ്തുവാണ്. എല്ലാ വസ്തുക്കളിലും അന്നജം ഉണ്ടോ? ഇല്ല, എല്ലാ വസ്തുക്കളിലും അന്നജമില്ല. പയറിലൊക്കെ അന്നജമല്ലല്ലോ, പ്രോട്ടീനാണ് കൂടുതൽ അല്ലേ? അപ്പോൾ നാം കഴിക്കുന്ന ആഹാര പദാർത്ഥത്തില് അന്നജം ഉണ്ടോ എന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഉണ്ട്. അതിന് പറയുന്നതാണ് അയഡിൻ ടെസ്റ്റ് എന്ന് പറയും കേട്ടോ. അപ്പൊ എന്താണ് ആവശ്യമായ സാമഗ്രികൾ? 2 ടെസ്റ്റ് ട്യൂബ്, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ അല്പം കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കുക. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലും ഉള്ള ദ്രാവകത്തിന്റെ നിറത്തിൽ വന്ന മാറ്റം നിരീക്ഷിക്കുക. നിങ്ങൾ കഴിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇതേ പരീക്ഷണം ആവർത്തിക്കുക. അപ്പോൾ ഈ അയഡിൻ ലായനി നമ്മുടെ അന്നജം ഉള്ള ഏത് പദാർത്ഥത്തിൽ അയഡിൻ ലായനി ഒഴിച്ചാലും അവിടെ എന്ത് സംഭവിക്കും? അന്നജം അയഡിൻ ലായനിയുമായി ചേരുമ്പോൾ ഇരുണ്ട നീലനിറം ഉണ്ടാകുന്നുണ്ട്. അന്നജത്തിന്റെ അളവനുസരിച്ച് നീലനിറത്തിന്റെ കാഠിന്യത്തിൽ വ്യത്യാസം വരും. നല്ലപോലെ അന്നജം ഉണ്ടെങ്കിൽ നല്ല പോലെ ഉള്ള നീലനിറമാവും, അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂവേ ആവും, ഇളം നീല നിറമേ ആവത്തുള്ളൂ. അപ്പോ പല ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ഇവിടെ തന്നിരിക്കുകയാണ് കേട്ടോ, നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങില് അയഡിൻ ലായനി ചേർത്താൽ കടും നീല നിറം ഉണ്ടാകും. കാരണം ഉരുളക്കിഴങ്ങില് മൊത്തം എന്താണ്? ഈ അന്നജമാണ്. വെള്ളരിക്കയില് നമ്മൾ ചേർക്കുവാണെങ്കിലോ നിറമാറ്റം ഉണ്ടാകില്ല, അല്ലെങ്കിൽ തീരെ ചെറിയ അളവിൽ മാത്രം നിറമാറ്റം ഉണ്ടാകും. അപ്പോൾ അന്നജം കുറവാണ് അല്ലെങ്കിൽ ഒട്ടുമില്ലെന്ന് തന്നെ നമ്മളെ സൂചിപ്പിക്കും. മൈദയിലാണെങ്കിലോ മൈദയിൽ എന്തായാലും അന്നജം അല്ലേ ഉണ്ട്, അതുകൊണ്ട് നീല നിറം കാണിക്കും. പിന്നെ മുട്ടയുടെ വെള്ളയിലോ, മുട്ടയുടെ വെള്ള പ്രോട്ടീനാ, അപ്പോൾ എന്തായാലും അതിനകത്ത് അന്നജമില്ല, അപ്പോൾ അതിനകത്തൊന്നും കാണിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ള ചെറുധാന്യങ്ങളാണ് കേട്ടോ. ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ.
അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വൈറ്റമിൻ, ധാതുലവണങ്ങൾ എന്നിവയാണ് ഇവയിലുള്ളത്. നാരുകളാൽ സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉള്ള ഭക്ഷണമായിട്ടാണ് ഇവ ഉപയോഗിച്ചു വന്നിരുന്നത്. ലവ് ബേർഡ്സിനൊക്കെ തിന കൊടുക്കാറ് ഉണ്ടായിരുന്നല്ലേ പണ്ട്, ഈ തത്തകൾക്കും ഒക്കെ. അപ്പോൾ ഇവയുടെ പോഷക മൂല്യം മനസ്സിലാക്കിയതോടുകൂടിയാണ് മനുഷ്യരും ആഹാരമായി ഉപയോഗിച്ചു തുടങ്ങിയത്. റാഗി, ബജ്ര, തിന, ചോളം, ചാമ തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. മില്ലറ്റുകൾ, ചെറുധാന്യങ്ങൾ കേട്ടോ. അപ്പൊ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ, അതോ മറ്റേതെങ്കിലും പോഷകഘടകങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്രോട്ടീന്, അപ്പോൾ ഒരു ചിത്രം ഇവിടെ നൽകിയിരിക്കുകയാണ്. അതും ഡോക്ടറിനെ കാണുകയാണ്, ഒരു അമ്മയും മകനും. അപ്പൊ അമ്മ ഡോക്ടറിനോട് പറയുകയാണ്, ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല ഡോക്ടർ, എപ്പോഴും നല്ല ക്ഷീണമാണെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, കുട്ടിക്ക് വളർച്ച കുറവുണ്ട് കേട്ടോ. മുട്ട, ചെറുപയറ്, നിലക്കടല, മത്സ്യം, പാല് തുടങ്ങിയ ആഹാരങ്ങൾ ധാരാളമായി നൽകണം. ഈ പയ്യൻ ചിലപ്പോൾ ഇതൊന്നും കഴിക്കത്തില്ല, മാഗി ആയിരിക്കും കഴിക്കുന്നത്, ഇല്ലയോ, നൂഡിൽസ് മാത്രമേ കഴിക്കത്തുള്ളായിരിക്കും. അപ്പോൾ കുട്ടിയുടെ അമ്മയോട് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഡോക്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ പയ്യന് ഈ തളർച്ചയും എല്ലാം ആണ് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ്? ആവശ്യമായ പോഷകാഹാരങ്ങളൊന്നും കിട്ടുന്നില്ല ആഹാരത്തിൽ നിന്ന്, അതുകൊണ്ടാണ്. അപ്പൊ പോഷകങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഡോക്ടർ പോഷകാഹാരം കൊടുക്കാൻ പറഞ്ഞത്. അപ്പോ സ്കൂളിലെ ആരോഗ്യ ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡയറ്റീഷ്യൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീന്റെ കുറവ് മൂലം ക്വാഷിയോർക്കർ ഡിസീസ് പ്രോട്ടീന്റെ കുറവ് മൂലം വരുന്നതാണ്. പിന്നെന്താണ്? മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു. ക്വാഷിയോർക്കർ, മരാസ്മസ് എന്നീ രോഗങ്ങൾ ഉണ്ടാകുന്നു പ്രോട്ടീന്റെ കുറവ് മൂലം. അപ്പോ പ്രോട്ടീന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീന്റെ കുറവ് മൂലം വരുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രോട്ടീന് ധർമ്മം എന്താണ്? നമ്മുടെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും എല്ലാം സഹായിക്കുന്നത് പ്രോട്ടീനാണ് അല്ലേ? നമ്മുടെ പേശികള്, തലമുടി, ത്വക്ക് എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് പ്രോട്ടീൻ. ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നു, അതും പ്രോട്ടീൻ തന്നെയാണ്. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, ക്വാഷിയോർക്കറും മരാസ്മസും. അപ്പൊ ക്വാഷിയോർക്കർ ഡിസീസില് വയറ് വീർത്ത് വരികയും വളർച്ച മുരടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഒരു കുട്ടി ഉണ്ടോ, എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിലെ അല്ലെ, ആഫ്രിക്കയിൽ ഇപ്പോഴും അതിദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഇത് നമ്മൾ ഈ നാഷണൽ ജിയോഗ്രഫിയും ഡിസ്കവറിയും ഒക്കെ കാണുന്നവരാണെങ്കിൽ അത് കണ്ടിട്ടുണ്ടായിരിക്കാം ഈ അസുഖമുള്ള കുട്ടികളെ. പിന്നെന്താണ്? മരാസ്മസ് എന്ന് പറയുന്ന അസുഖമുണ്ട്. ശരീരത്തിന് അമിതമായ മെലിച്ചിലും പേശികളുടെ ബലക്ഷയം ഉണ്ടാകുന്ന അവസ്ഥയാണ് മരാസ്മസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, പ്രോട്ടീൻ അധികമായിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കേട്ടോ. ഗ്രീൻ പീസ്, ചെറുപയർ, അപ്പൊ അതിലൊക്കെ നല്ലവണ്ണം പ്രോട്ടീൻ ഉണ്ട്. ഇത് കിളിപ്പിക്കുകയും കൂടെ ആണെങ്കിൽ അതിലും കൂടിയ അളവിൽ നമുക്ക് പ്രോട്ടീൻ ലഭിക്കും. പിന്നെ പനീർ കേട്ടോ, പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പനീർ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് അല്ലെ, കാഷ്യൂ നട്ട്സ്, പിന്നെ പീനട്ട്സ്, നമ്മുടെ സാധാരണ കപ്പലണ്ടി, പിന്നെ മാംസം, ചുവന്ന മാംസം, മത്സ്യം, പിന്നെന്താണ്? മുട്ട, പാല്. അപ്പൊ ഇതിലെല്ലാം തന്നെ പ്രോട്ടീൻ, നല്ല പോലെ പ്രോട്ടീന്റെ അളവുണ്ട്. അപ്പൊ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീന്റെ കുറവ് വരികയില്ല. അടുത്തതായി നമുക്ക് കൊഴുപ്പിനെ കുറിച്ച് നോക്കാം. ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ തന്നെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ്. പക്ഷെ ഈ കൊഴുപ്പ് ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ആരോഗ്യം അല്ല കേട്ടോ. അപ്പൊ നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താം? നിങ്ങളുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ ഒരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കൂ, പേപ്പർ നിരീക്ഷിക്കുക. അപ്പൊ എന്തോ പറ്റും? ഈ പേപ്പർ നല്ല സുതാര്യമായിട്ട് മാറും അല്ലെ, ബട്ടർ പേപ്പർ കണക്കെ മാറും. അപ്പൊ ഇതേപോലെ ഒരു പേപ്പറിൽ നെയ്യ് ഒഴിച്ചു നോക്കുക, അപ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെ. എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? അതൊരു സുതാര്യത കൈവരിക്കും പേപ്പർ. അപ്പോ കുറച്ച് ആഹാര വസ്തുക്കൾ നമുക്ക് തന്നിരിക്കുകയാണ്, ഇതുപോലെ പേപ്പറിൽ ഉരച്ച് പരീക്ഷണം ചെയ്ത് നോക്കാൻ എണ്ണയുണ്ടോ ഇല്ലയോ എന്ന്. ചിപ്സ്,
ഉറപ്പായിട്ടും ഉണ്ടല്ലേ, എണ്ണയെ വറുത്തെടുക്കുന്നതാണ്. പച്ചവാഴയ്ക്ക, അതിലൊന്നും സംഭവിക്കത്തില്ല. ചതച്ച എള്ളില് എണ്ണയുടെ അംശമുണ്ട്, എള്ളെണ്ണ ഉണ്ടാക്കി എടുക്കുമല്ലോ. അപ്പൊ ചതച്ച എള്ളില് പേപ്പർ ഇട്ട് ഉരച്ചാൽ എന്തായാലും പേപ്പർ അതേ സുതാര്യത കൈവരിക്കും. ഉണങ്ങിയ തേങ്ങയിലും എന്താണ്, എണ്ണമയം ഉണ്ട് അല്ലേ. വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മുടെ കൊപ്ര ആട്ടിയാണല്ലോ. അപ്പം അതിൽ ഉരച്ചാലും അങ്ങനെ സംഭവിക്കും. നിലക്കടലയും കടലയിലും എണ്ണമയം ഉണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ കൊഴുപ്പ് ആവശ്യത്തിന് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കേട്ടോ. ആ ഒരു അളവില്, അമിതമായിട്ടല്ല, ഒരു അളവിൽ മാത്രം നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇതില് സസ്യജന്യ കൊഴുപ്പ്, ജന്തുജന്യ കൊഴുപ്പ് എന്നിങ്ങനെ നമുക്ക് തരം മാറ്റാൻ പറ്റും. ഇപ്പൊ സസ്യജന്യ കൊഴുപ്പാണ് നമ്മുടെ സൂര്യകാന്തി എണ്ണ, സൂര്യകാന്തി വിത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സൂര്യകാന്തി എണ്ണ, പിന്നെ നമ്മുടെ തേങ്ങയിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചെണ്ണ. ജന്തുജന്യ കൊഴുപ്പൊക്കെ ആണെങ്കിൽ മത്സ്യ എണ്ണ അല്ലെ, പിന്നെ എന്താണ്, നമ്മള് മാംസം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കും. റെഡ് മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എന്താണ്, ഗീ അല്ലേ, നെയ്യൊക്കെ നമ്മുടെ ജന്തുജന്യ കൊഴുപ്പാണ്. പിന്നെ മുട്ടയില് കൊഴുപ്പുണ്ട്, പാലിലുണ്ട്, അതൊക്കെ ജന്തുജന്യ കൊഴുപ്പുകളാണ്. പിന്നെ ചില പച്ചക്കറികള്, അരി, ഗോതമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ കൊളസ്ട്രോൾ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കൊളസ്ട്രോൾ, കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല. എന്താകാൻ കാരണം? കൊഴുപ്പിന്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലിന്റെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകും കേട്ടോ. അപ്പൊ വൈറ്റമിൻസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. വൈറ്റമിൻസ്, അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാ അല്ലെ. വൈറ്റമിൻസ് ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണ് ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്, ഒരു അച്ഛനും മകനുമായി തവണ കേട്ടോ. അപ്പോൾ അച്ഛൻ ഡോക്ടറോടായിട്ട് പറയുക, ഡോക്ടർ, എന്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരികയാണ്, എന്താണ് കാരണം? ഡോക്ടർ പറയാണ്, മോണയിലെ രക്തസ്രാവം വൈറ്റമിന്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം. അപ്പോൾ ആ കുട്ടി പറയുക, അപ്പോൾ വൈറ്റമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ? ഉണ്ടല്ലേ. വൈറ്റമിന് പല ടൈപ്പ് ഉണ്ട്. ബിയിൽ തന്നെ എത്ര എണ്ണം ഉണ്ട് അല്ലെ, കുറെ എണ്ണം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ബി കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് പ്രധാനമാണ്. വൈറ്റമിൻ എ ലഭിക്കുന്ന ഒരു ഭക്ഷണം ഏതാണ്? നമുക്ക് ക്യാരറ്റിൽ നിന്ന് വൈറ്റമിൻ ലഭിക്കും അല്ലെ, പിന്നെ ഇലക്കറികളിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. പിന്നെ വൈറ്റമിൻ ബി ഉണ്ടല്ലേ, വൈറ്റമിൻ ബി എന്താണ് പ്രാധാന്യം? എന്താണ്? തലച്ചോറ്, നാഡികള്, ഹൃദയം, ത്വക്ക് എന്നിവയുടെയൊക്കെ ആരോഗ്യത്തിന് വൈറ്റമിൻ ബി ആവശ്യമാണ്. ഇപ്പൊ ബിയുടെ പല ടൈപ്പ് ഉണ്ട്, അത് നമുക്ക് പറയാം. പിന്നെന്താണ്? വൈറ്റമിൻ സി ഉണ്ടല്ലേ. വൈറ്റമിൻ സി പല്ല്, മോണ, രക്തക്കുഴല് എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ സി അത്യാവശ്യമാണ്. പിന്നെന്താണ്? വൈറ്റമിൻ ഡി ഉണ്ട്, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. അതേസമയം വൈറ്റമിൻ ഇ എന്താണ്? വൈറ്റമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് നമുക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. ഓക്കെ, പിന്നെ വൈറ്റമിൻ കെ ഉണ്ട്, മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ. ഓക്കെ, അപ്പോൾ എല്ലാ വൈറ്റമിൻസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടല്ലേ. ശരി, അപ്പോൾ വൈറ്റമിൻ ഡിയും ബി കോംപ്ലക്സും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വൈറ്റമിൻ ആണിത്. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ദുർബലമായതോ എല്ലുകൾ ദുർബലമാവുകയോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കാണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്.
നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വൈറ്റമിൻസ് ആണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം ബി വൈറ്റമിൻസിന്റെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് നിർണായകമായ പങ്ക് വഹിക്കുന്നു. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയെല്ലാം തന്നെ ഈ ബി കോംപ്ലക്സിന് ആവശ്യമാണ്. ഓക്കെ, അപ്പോ വൈറ്റമിൻ ബിയുടെ വിവിധ തരം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? വൈറ്റമിൻ B1. B1 എന്ന് പറയുന്നത് അതിന്റെ പേര് തയാമിൻ എന്നാണ് കേട്ടോ, തയാമിൻ. രണ്ടാമത് വൈറ്റമിൻ B2, അതിന് പറയുന്നത് റൈബോഫ്ലേവിൻ ആണ് കേട്ടോ, റൈബോഫ്ലേവിൻ. അതേസമയം വൈറ്റമിൻ B3 എന്താണ്? വൈറ്റമിൻ B3 നിയാസിൻ ആണ് കേട്ടോ, നിയാസിൻ വൈറ്റമിൻ B3. അപ്പോ അതായത് അടുത്തത് B5 ആണ് കേട്ടോ, B5, വൈറ്റമിൻ B5, അത് പാൻറ്റോത്തിനിക് ആസിഡ് കേട്ടോ. പിന്നെ നമ്മുടെ B6, വൈറ്റമിൻ B6 എന്താണ്? പിറിഡോക്സിൻ ആണ് കേട്ടോ, പിറിഡോക്സിൻ. അതേസമയം വൈറ്റമിൻ B7 ബയോട്ടിൻ ആണ്. വൈറ്റമിൻ B9 എന്താണ്? ഫോളിക് ആസിഡ് ആണ് കേട്ടോ. വൈറ്റമിൻ B12 കൊബാലമിൻ ആണ്, കൊബാലമിൻ. ഓക്കെ, അപ്പോ B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തിനിക് ആസിഡ്, B6 പെറിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 കൊബാലമിൻ. ഓക്കെ, അപ്പോ വൈറ്റമിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതൊക്കെ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം? വ്യത്യസ്ത വൈറ്റമിന് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പട്ടിക തന്നിരിക്കുകയാണ്. വൈറ്റമിനുകളും ഭക്ഷ്യവസ്തുക്കളും എവിടെ നിന്നൊക്കെ ലഭിക്കുമെന്നുള്ളത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോ വൈറ്റമിൻ എ എവിടെ നിന്നൊക്കെ ലഭിക്കും? മത്സ്യം, ക്യാരറ്റ്, ഇലക്കറികള് അല്ലേ, ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വൈറ്റമിൻ എ ലഭിക്കുന്നതാണ്. പിന്നെ എന്താണ്? വൈറ്റമിൻ ബിയുടെ കാര്യമാണ്. വൈറ്റമിൻ ബി നമുക്ക് അരി, പിന്നെന്താണ്? ചീര, പാല്, മുട്ട, ധാന്യവർഗ്ഗങ്ങള്, പയറുവർഗ്ഗത്തിൽ നിന്നൊക്കെ ലഭിക്കും വൈറ്റമിൻ ബി. വൈറ്റമിൻ എ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മത്സ്യം, ക്യാരറ്റ്, പിന്നെ ഇലക്കറികള്, പപ്പായ കേട്ടോ, പപ്പായ, മാങ്ങ, ചീര, മുട്ട, അതിലും ഉണ്ട്. മുട്ടയിൽ അത്യാവശ്യം എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈറ്റമിൻ സി ലഭിക്കുന്നതോ? നെല്ലിക്ക, നാരങ്ങ, പേരയ്ക്ക, പപ്പായ, മുരിങ്ങയിലൊക്കെ ഹൈ റിച്ച് ആണ്. മുരിങ്ങയില ഒരു സൂപ്പർ ഫുഡായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ വിലയില്ലെന്നേ ഉള്ളൂ. അമേരിക്കയിലൊക്കെ അത് നല്ല റേറ്റിനാണ് അത് വിറ്റ് പോകുന്നത്. മുരിങ്ങയില പൗഡർ ആക്കിയിട്ട്, പെല്ലറ്റ്സ് ആക്കിയിട്ടാണ് വിറ്റ് പോകുന്നത്. പിന്നെ വൈറ്റമിൻ ഡി എന്താണ്? നമുക്ക് എവിടുന്ന് ലഭിക്കും? പാല്, മുട്ട, മത്സ്യം, സൂര്യപ്രകാശം അല്ലേ. ഇനി വൈറ്റമിൻ ഇ ആണെങ്കിലോ ഏതൊക്കെയാണ് നമുക്ക് സോഴ്സ്? നിലക്കടല, ബദാം, ധാന്യങ്ങൾ, ഇലക്കറികളൊക്കെ വൈറ്റമിൻ ബി നമുക്ക് ലഭ്യമാകും അവിടുന്ന്. അപ്പോൾ വൈറ്റമിൻ കെ എവിടെ നിന്നൊക്കെയാണ്? ക്യാബേജ്, കോളിഫ്ലവർ, ചീര, ബ്രോക്കോളി, ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാവുന്ന വൈറ്റമിൻസ് ആണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിരിക്കുന്നു. മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കള് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായല്ലോ. അപ്പോൾ വൈറ്റമിൻസ് മാത്രമല്ല നമുക്ക് ലഭിക്കുന്നത്. ഈ മുരിങ്ങയില, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ ഇതൊക്കെ കഴിക്കുമ്പോൾ ഫൈബറും കൂടെ നമുക്ക് നല്ലപോലെ ലഭിക്കുന്നുണ്ട് കേട്ടോ. ഫൈബർ, നാരുകള്. അപ്പൊ വൈറ്റമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. എ, ഡി, ഇ, കെ എന്നീ വൈറ്റമിൻ കൊഴുപ്പിൽ മാത്രമേ ലയിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ബി, സി വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ്. കൊഴുപ്പിന്റെ അഭാവത്തിൽ ഈ വൈറ്റമിൻസ് ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത് കേട്ടോ. എ, ഡി, ഇ, കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പില്ലെങ്കിൽ അത് വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കൊഴുപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഭക്ഷണത്തിലെ ധാതുക്കളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. മിനറൽസ് ഇൻ ഫുഡ്. അപ്പോ എന്തൊക്കെയാണ് ഈ മിനറൽസ്, ധാതുക്കള്? അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരെണ്ണമാണ് അയൺ കേട്ടോ, ഇരുമ്പ്. അയൺ ഒരു ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? അപ്പോ അയൺ അല്ലേ,
അയൺ എന്ന് പറയുമ്പോൾ ഇരുമ്പ്. അപ്പോൾ എവിടെ നിന്ന് ലഭിക്കും നമുക്ക് ആഹാരം? ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ്? ഇലക്കറികള്, ശർക്കര, മത്സ്യം, കരള്, കേട്ടോ. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എന്ത് ലഭിക്കും? നമുക്ക് ആവശ്യമായ ഇരുമ്പ് ലഭിക്കും. പ്രാധാന്യം എന്താണ് ഇരുമ്പിന്റെ? രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അല്ലെ? ഹീമോഗ്ലോബിൻ പിഗ്മെന്റ് ആണ്, നമുക്ക് രക്തത്തിന് അരുണവർണ്ണം നൽകുന്ന പിഗ്മെന്റ്. അപ്പൊ ഈ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് എന്ത്? ഈ അയണ്. പിന്നെ അടുത്തതായിട്ട് കാൽസ്യം ആണ്. കാൽസ്യം എന്തുകൊണ്ടായിരിക്കാം? കാൽസ്യം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ കാൽസ്യം, അല്ലെ? അപ്പോ മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം എന്നിവയിൽ നിന്നൊക്കെ ഈ കാൽസ്യം നമുക്ക് ലഭ്യമാണ്. ഓക്കെ. പിന്നെന്താണ്? അയഡിൻ. അയഡിൻ നമുക്ക് കടൽ വിഭവങ്ങളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ് എന്ത്? ഈ അയഡിന്. പിന്നെ ഫോസ്ഫറസ് ഉണ്ട്, അല്ലെ? ഫോസ്ഫറസ് മിനറൽ. കാൽസ്യത്തോടൊപ്പം തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് പ്രധാനമാണ് ഫോസ്ഫറസ്. ഊർജ ഉൽപാദനത്തിലും കോശത്തിന്റെ പ്രവർത്തനത്തിലും ഇതിന് ഒരു പങ്കുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്താനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും നാഡീവ്യവസ്ഥയുടെയും പേശികളുടെയും ശരിയായ പ്രവർത്തനത്തിനും എന്ത് സഹായിക്കുന്നു? പൊട്ടാസ്യം സഹായിക്കുന്നു. അത് നമ്മുടെ നേന്ത്രപ്പഴം, ഏത്തപ്പഴത്തിലൊക്കെ ധാരാളമായിട്ടുണ്ട് പൊട്ടാസ്യം. പിന്നെ സോഡിയം, ശരീരത്തിലെ ജലാംശം നിയന്ത്രിക്കുന്നതിനും നാഡീവ്യവസ്ഥയുടെയും പേശികളുടെയും പ്രവർത്തനത്തിനും നമുക്ക് സോഡിയം അത്യാവശ്യമാണ്. അതായത് ഉപ്പ്, കേട്ടോ. എന്ന് വെച്ചാൽ ഒത്തിരി ഉപ്പ് വാരി കഴിച്ചാൽ നമുക്ക് BP ആവും, ഹൈ BP ആവും, പ്രഷർ, ബ്ലഡ് പ്രഷറേ. അപ്പൊ ആവശ്യത്തിന് മാത്രം ഉപ്പ് ഉപയോഗിക്കുക. പിന്നെ സിങ്ക് എന്താണ്? രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മുറിവ് ഉണങ്ങാനും കോശങ്ങളുടെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രധാനമായ ഒരു മിനറലാണ് സിങ്ക്. അയഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അല്ലെ? ഹോർമോണിന്റെ ഉൽപാദനത്തിനും ശരീരത്തിന്റെ വളർച്ചയ്ക്കും മെറ്റാബോളിസത്തിനും കൂടെ അതിന്റെ പങ്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഹീമോഗ്ലോബിൻ എന്താണ്? ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കാനും പിന്നെന്താണ്? അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ അഥവാ വിളർച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന അസുഖം. ഓക്കെ. അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? ഇത് ലഭിക്കാൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ധാതു അയൺ ആണ്. ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്? ഇലക്കറി, ശർക്കര, മത്സ്യം, കരൾ, അല്ലെ? കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? അയഡിൻ ധാരാളമായി അവയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനൊക്കെ സഹായിക്കുന്നു. പിന്നെ മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം എന്താണ്? കാൽസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മുട്ട, പാല്, ഇലക്കറി എന്നിവ. അപ്പോ ഇതൊക്കെ ഒഴിവാക്കിയാൽ കാൽസ്യത്തിന്റെ കുറവ് വരും, അല്ലെ? എല്ലിന്റെയും പല്ലിന്റെയും ബലക്ഷയം വരും, രക്തം കട്ട പിടിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരും, പേശി വലിവ് വരും, കേട്ടോ. പിന്നെന്താണ്? ഓസ്റ്റിയോപോറോസിസ്, ദീർഘകാലം കാൽസ്യത്തിന്റെ കുറവ് എല്ലുകളുടെ ബലക്കുറവിനും ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖം. അപ്പൊ അതാ അങ്ങനത്തെ രോഗങ്ങൾക്കൊക്കെ വഴിവെക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് അപര്യാപ്തത രോഗങ്ങളാണ്, കേട്ടോ. അപര്യാപ്തത രോഗങ്ങൾ അഥവാ ഡെഫിഷ്യൻസി ഡിസീസ്. വൈറ്റമിനും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ ലഭ്യമായില്ലെങ്കിൽ ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാവും. പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലെ? വാഷ്യോർക്കറും മരാസ്മസും ഒക്കെ പറഞ്ഞായിരുന്നു. ശരി. അപ്പോൾ നമുക്ക് കുറച്ച് അസുഖങ്ങൾ നോക്കാം. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുവരുന്ന അസുഖം നിശാന്തത. നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന അസുഖമാണ് നിശാന്തത. അതേസമയം വൈറ്റമിൻ ബിയുടെ കുറവോ ഗ്ലോസിറ്റിസ്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും, വായ്പുണ്ണ്. നമ്മളെപ്പോഴും ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് വരും സാധാരണയായിട്ട്, അല്ലെ? വായ്പുണ്ണ് വരും. അപ്പൊ നമ്മൾ പറയാറുണ്ട് ബി കോംപ്ലക്സിന്റെ കുറവാ, അതിന്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? ആ ഒരു സമയത്ത്. ഓക്കെ. അപ്പൊ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും വായ്പുണ്ണ് ഇതെല്ലാം വൈറ്റമിൻ ബിയുടെ കുറവാണ്. പിന്നെ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മോണയിൽ നിന്നുള്ള രക്തസ്രാവം വരും. സ്കർവി, നാവികരുടെ അസുഖം എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ഇതാണ് സ്കർവി. കാരണം ഇവര് മാസങ്ങളോളം കടലിൽ തന്നെ ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ ഈ വൈറ്റമിൻസ് ഒക്കെ കുറവാണ് ശരീരത്തിന് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് സാധാരണമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു അസുഖമാണ് പണ്ട് കാലത്താണ്, കേട്ടോ, സ്കർവി എന്ന് പറയുന്ന അസുഖം.
പിന്നെ വൈറ്റമിൻ ഡി ഉണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് എന്താണ് കണ്ടോ കാലുകൾ വളഞ്ഞു പോകുന്നത് കണ്ടോ? ഈ കുട്ടികളുടെയൊക്കെ കാലുകൾ കാൽസ്യത്തിന്റെ കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കാലുകൾ വളഞ്ഞു പോകും. ആ ഒരു അസുഖമാണ് കാണാം. ഓക്കെ, അപ്പോ നിശാന്തത എന്താണ്? നിശാന്തത ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല കേട്ടോ. അതും വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് വരുന്നതാണ്. ഇനി നമുക്ക് അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കുറവ് കൊണ്ട് എന്താണ് വരുന്നത്? അനീമിയ, വിളർച്ച കേട്ടോ. അനീമിയ, വിളർച്ച. പിന്നെ അയഡിന്റെ കുറവ് മൂലം ഗോയിറ്റർ നമ്മുടെ ഗ്ലാൻഡ് അല്ലെ, തൈറോയ്ഡ് ഗ്ലാൻഡ് ഭയങ്കരമായിട്ട് വലുതാവാൻ ശ്രമിക്കും ഈ ഗോയിറ്റർ ഉണ്ടെങ്കിൽ, അയഡിന്റെ കുറവ് മൂലം. പിന്നെ കാൽസ്യത്തിന്റെ കുറവ് മൂലം വരുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, അപ്പോൾ അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചേക്കുക. അയണിന്റെ അഭാവം മൂലം എന്താണ്? വിളർച്ച ഉണ്ടാവും അല്ലെ, അനീമിയ. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം? കടൽ മത്സ്യം, കക്ക ഇറച്ചി, അയഡൈസ്ഡ് സോൾട്ട് അല്ലെങ്കിൽ ഉപ്പ്, അതൊക്കെ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ആ അസുഖം തടയാൻ സാധിക്കും. പിന്നെ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ സാധിക്കും? പാലുൽപ്പന്നം അല്ലെ, തൈര് അല്ലെ, പനീർ, അതൊക്കെ ഇലക്കറികൾ, ചെറിയ മത്സ്യം, അങ്ങനെ അതൊക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും. സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്ന എന്തിനാണ്? കുട്ടികളിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച തടയുന്നതിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്. കുട്ടികളുടെ പഠനത്തെയും ശാരീരിക വളർച്ചയും പ്രതികൂലമായി ബാധിക്കും ഈ വിളർച്ച എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അയൺ ഗുളികകൾ ഈ വിളർച്ച തടയാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നിശാന്തത വൈറ്റമിൻ എയുടെ കുറവ് മൂലം വരുന്നതാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് തടസ്സമാണ്. പിന്നെ അനീമിയ എന്താണ്? വിളർച്ച അയണിന്റെ കുറവ് മൂലമാണ് അല്ലെ. വിളർച്ചയും ക്ഷീണവും അതിന് കാരണമാവും. ഗോയിറ്റർ അയഡിന്റെ കുറവ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ബാധിച്ച് ഗോയിറ്റർ ഉണ്ടാക്കുന്നു. ആ ഗ്രന്ഥിക്ക് സൈസ് കൂടും. പിന്നെന്താണ്? ഓസ്റ്റിയോപോറോസിസ് കാൽസ്യത്തിന്റെ കുറവ് എല്ലുകളുടെ ബലക്ഷയത്തിനും ആ എല്ല് പൊടിഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് കാരണമായിട്ട് മാറും. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ അസ്ഥിക്ഷയം, എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. അതേസമയം ഗോയിറ്റർ എന്താണ്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. ഇനി പോഷകേതര ഘടകങ്ങളാണ് ഇത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫൈബറിന്റെ ഒക്കെ കാര്യമാണ് കേട്ടോ, നാരുകളുടെ കാര്യമാണ്. ഇപ്പൊ വാഴപ്പിണ്ടിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. വാഴപ്പിണ്ടി മുറിച്ച് നോക്കി അവയിലെ നാരുകൾ നിരീക്ഷിക്കൂ. നാരുകളുള്ള മറ്റേതെങ്കിലും ഭക്ഷണ സാധനം നിങ്ങൾക്കറിയാം? നമ്മുടെ പച്ചക്കറികളിലെല്ലാം തന്നെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഹാരത്തിൽ നാര് ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എന്താണ് നാരുകൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ നാരുകൾ എന്ന് പറയുന്നത് ഈ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ്. നാരുകൾ പോഷക ഘടകമല്ല, എന്നാലും ദഹനം, മൺകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ് കേട്ടോ. അപ്പോ തവിടടങ്ങിയ ധാന്യം, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാര് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ വയറ്റിൽ നിന്ന് വേസ്റ്റ് നല്ല രീതിക്ക് പോവാൻ, സ്മൂത്തായിട്ട് പോവാൻ നല്ല പോലെ ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഫൈബർ. അപ്പൊ ഫൈബർ ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ചിത്രം തന്നിരിക്കുകയാണ്. മാമ്പഴ കഷ്ണവും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ നാരുണ്ടാവുക? ഏതിലായിരിക്കാം? ഈ മൊത്തമായിട്ടിരിക്കുന്ന ഈ മാമ്പഴ കഷ്ണങ്ങളിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ജലം. നമ്മുടെ ശരീരത്തിന്റെ ഏതാണ്ട് 70% ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അടുത്തതായി നമ്മൾ സമീകൃത ആഹാരമാണ് നോക്കുന്നത്. എന്താണ് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വൈറ്റമിൻ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ് സമീകൃത ആഹാരം. അപ്പോൾ
നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന എല്ലാ പോഷകഘടകങ്ങളും മതിയായ അളവിൽ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാം നമ്മൾ കഴിച്ചേ പറ്റൂ. അപ്പോൾ ഒരു ഭക്ഷ്യവസ്തുവിലെ പോഷകഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെ നാം നികത്തണം. നിങ്ങൾ ഒരു ദിവസത്തെ ആഹാരം പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പോഷകഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണോ അത് എന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ഫുഡ് പ്ലേറ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതിന്റെ മാതൃകയാണ് കണ്ടോ. പഴങ്ങൾ 100 ഗ്രാം, പച്ചക്കറികൾ 400 ഗ്രാം. അപ്പൊ ഇത് മൊത്തം കൂടെ പഴവും പച്ചക്കറിയും മൊത്തം കൂടെ തന്നെ 500 ഗ്രാം ആയിട്ട് മാറി. അപ്പോൾ ഭക്ഷണത്തിന്റെ പകുതിയും പഴവും പച്ചക്കറികളും ഒക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ 85 ഗ്രാം എന്താണ് വരുന്നത്? പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസം തുടങ്ങിയവയാണ്. അതെല്ലാം കൂടെ 85 ഗ്രാമേ ഉള്ളൂ. പിന്നെന്താണ്? പാല്, തൈര്, അതൊരു 300 ml വരുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, വിത്തുകൾ, അതൊരു 30 ഗ്രാം, നട്ട്സ് അല്ലെ. പിന്നെ കൊഴുപ്പ് 27 ഗ്രാം മതി. പിന്നെ ധാന്യങ്ങൾ 260 ഗ്രാം മതി. നമ്മുടെ അന്നജം ഒക്കെയാണ് പറയുന്നത് കണ്ടോ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗോതമ്പ്, നെല്ല് അല്ലെ, പിന്നെ എന്താണ് നമ്മുടെ ചോളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഹാരം ഈ ഒരു അളവിലാണ് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മാതൃകയാണ്, ഭക്ഷണത്തിന്റെ മാതൃകയാണിത് ഫുഡ് പ്ലേറ്റ്. അപ്പോൾ ഉച്ചഭക്ഷണവും കലോറിയും. അപ്പൊ ഈ ഉച്ചയ്ക്ക് നമ്മൾ ഈ അന്നജമൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴത്തേനും ദഹിക്കാൻ ഒത്തിരി സമയം എടുക്കും കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരുന്നത്. അപ്പോൾ കലോറി എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഈ ആഹാരം പാചകം ചെയ്യുമ്പോഴത്തേനും ഒരുപാട് പോഷകങ്ങൾ നഷ്ടമാവും കേട്ടോ. അപ്പൊ അങ്ങനെ അധികം പോഷകങ്ങൾ നഷ്ടമാവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് സാലഡുകൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അല്ലേ. സാലഡുകൾ ഉണ്ടാക്കി വലിയ പാചകം ചെയ്യാതെ പച്ചയ്ക്ക് തന്നെ അങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം ഈ പോഷകമൂല്യങ്ങൾ? അമിതമായി വേവിക്കുമ്പോൾ, ഉയർന്ന താപനിലയിൽ കൂടുതൽ സമയം വേവിക്കുമ്പോൾ വൈറ്റമിൻസും ധാതുക്കളും നഷ്ടപ്പെടാം. പിന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ചില പോഷകങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ അത് നഷ്ടപ്പെടാൻ ഇടയാകും. പച്ചക്കറി മുറിച്ച ശേഷം കഴുകുമ്പോൾ വൈറ്റമിൻസും ധാതുക്കളും എല്ലാം വെള്ളത്തിൽ ലയിച്ചു പോകാൻ സാധ്യതയുണ്ട്. തോല് കളയുമ്പോൾ ചില പച്ചക്കറികളുടെയും പഴങ്ങളുടെയും തൊലികളിൽ ധാരാളം പോഷകങ്ങളുണ്ട്. അപ്പോൾ ഇത് കളയുന്നത് പോഷകനഷ്ടത്തിന് കാരണമാകും. പിന്നെ തുറന്നു വെച്ച് പാചകം ചെയ്യുമ്പോൾ ചില വൈറ്റമിൻസ് വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഴവും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ. പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്? മുറിക്കുന്നതിന് മുമ്പേ കഴുകുക അല്ലെ. പഴങ്ങളും പച്ചക്കറികളും മുറിക്കുന്നതിന് മുന്നേ ആയിട്ട് കഴുകുക. പിന്നെ കുറഞ്ഞ സമയം വേവിക്കുക. ആവിയിൽ വേവിക്കുകയോ കുറഞ്ഞ സമയം മാത്രം വേവിക്കുകയോ ചെയ്യുക. അപ്പൊ അത് പോഷകനഷ്ടം കുറയ്ക്കും. പിന്നെന്താണ്? ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. പാചകം ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. അധികമുള്ള വെള്ളം കളയുന്നത് ഒഴിവാക്കുക. തൊലിയോടെ പാചകം ചെയ്യുക. സാധ്യമെങ്കിൽ തൊലിയോടുകൂടി തന്നെ പാചകം ചെയ്യുക. അപ്പോൾ ഒന്നും നമുക്ക് നഷ്ടം വരുന്നില്ല. പുതിയ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുക. കഴിയുന്ന അത്രയും പുതിയ പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിക്കുക കേട്ടോ. പഴയതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ചെത്തിക്കളയേണ്ടിയൊക്കെ വരുന്നത്, കേടായ ഭാഗങ്ങൾ. ശരിയായ രീതിയിൽ സംഭരിക്കുക. പച്ചക്കറിയും പഴങ്ങളും ശരിയായ രീതിയിൽ സംഭരിച്ച് വെക്കുന്നത് പോഷകനഷ്ടം കുറയാൻ സഹായിക്കും. ഫ്രിഡ്ജിലൊക്കെ വെക്കുക, അതാണ്. ഓക്കെ. അപ്പോൾ ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും പോഷകസമൃദ്ധവുമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാവുന്നതും കൂടെ ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് പറയാം. അപ്പോ എന്താണ് വിവിധ തരം പയറുവർഗ്ഗങ്ങൾ അല്ലെ. വിവിധ തരം പയറുവർഗ്ഗങ്ങൾ, പിന്നെ ഇലക്കറികൾ, ചീര, മുരിങ്ങയില, അതൊക്കെ നമുക്ക് സർവ്വസാധാരണമായിട്ട് ലഭിക്കുന്ന, പ്രാദേശികമായിട്ട് ലഭിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ പഴങ്ങള്, മുട്ട, ചെറുമത്സ്യം, റാഗി പോലുള്ള ധാന്യം, ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉച്ചഭക്ഷണം പോഷകസമൃദ്ധമാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ താരതമ്യേന വില കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ സാധനങ്ങളാണ്. ഓക്കെ. അപ്പോ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം
ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന നമുക്ക് പ്രോട്ടീനുകൾ, വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ പ്രാധാന്യം, പിന്നെ ഫുഡ് പ്ലേറ്റ്, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.